ഹായ്! ഈ ഒരു മുതല് കോഴിക്കോട് ലുലു മാള് കണ്ടിട്ടില്ലാന്ന് പറഞ്ഞാ നിങ്ങള് വിശ്വസിക്കോ? ഞാനും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. 2 മാസം മുന്നേ ഇതിനെ ഖത്തർന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവള് ലുലു മാള് കാണാഞ്ഞത്. പിന്നെ ഇവളെ വക പാർട്ടി കൂടി ഉണ്ടായിരുന്നു ട്ടോ. അപ്പം ഞമ്മള് നേരെ ചിക്കിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഓർഡർ കൊടുത്തിട്ട് നമ്മളോട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ ടൈമിലാണ് ഞമ്മള് നേരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലെ ഷംനത്തെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ട്ടോ. മുന്നേ ഞാൻ ഷംനത്തെ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഷംനത പറയും ചെയ്തുട്ടോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഭയങ്കര സന്തോഷം തോന്നിട്ടോ. ഇവരുടെ പേജിൽ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ കയറി കാണണേ. പിന്നെ ഞങ്ങൾ നേരെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം ഞാൻ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ, വാങ്ങണം ഇൻഷാ അള്ളാ. അങ്ങനെ അപ്പോഴേക്കും 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐറ്റം കൈ കിട്ടി. ഞാൻ വലിയ ആഗ്രഹത്തിലൊക്കെയാണ് വന്നത്. പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. എന്തോ ഒരു സംഭവം കഴിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പട്ടിഷോ കാണിക്കുകയാണ്. വേറെ ഒന്നുമല്ല, വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പിന്നെ കുട്ടിയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നമ്മൾ അങ്ങോട്ട് സാധിച്ചു കൊടുത്തു. ഗൈസ് എന്ത് ചെയ്യാനാ, കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ. പിന്നെ പുറത്ത് ഒരു ഞാവൽപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. അതിൽ ഞാവൽപ്പഴം പെറുക്കി പെറുക്കി കഴിച്ചു എന്ന് പറയാം. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ അവിടുന്ന് കുറച്ച് പട്ടിഷോക്ക്, അതന്നെ. അപ്പം ശരി.